ഇത്രയേറെ തെളിവ് സഹിതം ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നൊരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥനാകാൻ സുരേഷ് ഗോപിക്ക് സാധിക്കണം. കേരളത്തിലുള്ള സ്ഥലത്ത് സാധിക്കണം. അദ്ദേഹം അത് ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് അദ്ദേഹത്തോട് വേറെ വെറുപ്പും വിദ്വേഷമൊന്നുമില്ല. അദ്ദേഹം ഒരു MP ആയിരിക്കുന്നതിൽ നമുക്ക് സങ്കടവുമില്ല, പരാതിയുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു നാണം കെട്ട വഴിയിലൂടെ ഒരു MP ആവുക എന്ന് പറയുന്നതിൽ നല്ലത് കഴുത്തിന് കയറ് തൂക്കുന്നതാണ് നല്ലത്. അതിപ്പോൾ ഇതിന് പോലെ ഇതിന് കിട്ടിയ പോലത്തെ തെളിവ് എവിഡൻസും അതിൻ്റെ അകത്ത് വന്നില്ല. അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നതും നോക്കുന്നതും ഒക്കെ. പക്ഷേ ഇതുപോലെ റെക്കോർഡിക്കലായി ഇത്രയും നല്ല ഒരു എവിഡൻസ് ഉണ്ടാക്കിയെടുത്തത് ഇതാണ് ഏറ്റവും നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ഇതാണ് ഏറ്റവും വലുത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിൻ്റെ ഒരു കൊട്ടക്കൊത്തളാണ്. ഇത്രയേറെ ഭൂരിപക്ഷം കിട്ടാനും ഒരു സ്ഥാനാർത്ഥി പുറത്തുനിന്ന് വന്ന് മത്സരിച്ചിട്ട് ഇത്രയധികം വോട്ട് കിട്ടാനും അത് അസാധ്യമാണ് എന്ന ചിന്തയിൽ നിന്നാണ് അതിനെക്കുറിച്ചുള്ള പഠനത്തിന് തുടക്കം കുറിച്ചത്. അതിൻ്റെ റിസൾട്ടാണ് അവസാനം കിട്ടിയത്, നടന്നിരിക്കുന്നു. ഇത്ര വോട്ടിൻ്റെ എണ്ണം പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിയെ കണക്ക് കാണിച്ചിരിക്കുന്നത്. എനിക്കത് അത്ഭുതപ്പെടുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരാൾ ഇങ്ങനെ ഒരു കണക്ക് ശാസ്ത്രീയമായി സയൻറ്റിഫിക്കായി ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിച്ച ഏക രാഷ്ട്രീയ നേതാവ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തെ വണങ്ങണം. അദ്ദേഹത്തെ ഇന്ത്യയുടെ ഏറ്റവും നല്ല കരുത്തനായ ജനാധിപത്യ നേതാവായി അദ്ദേഹത്തെ കാണണമെന്നാണ് ഞങ്ങൾക്കൊക്കെ പറയുന്നത്. തെളിവുകളെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ രാജി എന്നുള്ളൊരു ആവശ്യവുമായി ശക്തമായ അത് പറയാതെ തന്നെ അദ്ദേഹം സ്വയം ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുക. ഇത്രയൊക്കെ തെളിവുകൾ വന്ന സ്ഥിതിക്ക് ഞാനിതിനകത്ത് ഇരിക്കുന്നില്ല, ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ ക്ഷമാപൂർവം അദ്ദേഹം അത് രാജിവെച്ചിട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിലെ നേതാക്കൾ പറയുന്നത് ഈ ആമയും മുയലും ഓടുന്നു, അതിൽ ആമ ഉറങ്ങിപ്പോയി, മുയൽ ജയിച്ചിട്ട് എന്തായാലും, അതായത് കോൺഗ്രസ് എടുക്കേണ്ട സമയത്ത് പണി എടുത്തില്ലല്ലോ എന്നാ ചോദിക്കുന്നത്. ഇത് രേഖ കിട്ടുന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ ഇലക്ഷന് മുമ്പ്, അപ്പോൾ ഇതൊക്കെ നോക്കേണ്ടിയിരുന്നില്ല എന്നാ ചോദിക്കുന്നത്. അതെല്ലാ സമയത്തും എല്ലാ കാലത്തും എല്ലാ ആളുകളും ആൾക്ക് തോന്നണ്ട. ഓരോ സമയത്ത് വരുന്ന നേതാക്കന്മാർ ആ നേതാക്കന്മാരുടെ കഴിവും കാഴ്ചപ്പാടുമാണ് ഇത്തരം റിസൾട്ട് ഉണ്ടാക്കുന്നത്. രാഹുൽ ഗാന്ധിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തിന് മുമ്പ് നമ്മുടെ ചിദംബരവുമായിട്ട് ചെറിയ വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ കള്ളവോട്ട് നടക്കുന്നുണ്ട്, അതുണ്ട് എന്ന് തെളിയിക്കാൻ അതിന് പറ്റുന്ന ഒരു ടീം എൻ്റെ കയ്യിലുണ്ട്, അവർ വന്ന് കാണിച്ചു തരാൻ തയ്യാറാണ്. ചിദംബരം സാറത് നേതാക്കന്മാരോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് റിജക്റ്റ് ചെയ്തു. പറ്റില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. ഇപ്പം അത് യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും. CPM-ന്റെ ഭാഗത്തുനിന്ന് കള്ളവോട്ട് ഉണ്ടോ? കേരളത്തിൽ വ്യാജ വോട്ടുകൾക്ക് പിന്നിൽ കള്ളവോട്ട് CPM ചേർക്കുന്നുണ്ട് ഉണ്ട് ഉറപ്പല്ലേ? ഞാനിപ്പോൾ എന്നെ പറഞ്ഞതെല്ലാം ഇടക്കാടെല്ലാം പിന്നെ CPM അല്ലേ? CPM-ന്റെ വോട്ടല്ലേ കേരളത്തിൽ? CPM-ന്റെ വോട്ട് എൻ്റെ ഇലക്ഷൻ കംപ്ലീറ്റ് CPM അല്ലേ എതിരാളി? ഓപരതനല്ലേ അവിടുത്തെ സ്ഥാനാർത്ഥി? അവരും ഇതുപോലെ തന്നെയല്ലേ കള്ളവോട്ട് ചെയ്യുന്നവർ തന്നെയാണ്. പിന്നിലാണ് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അത് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം. CPM-ന്റെ സാധാരണ പ്രവർത്തകർക്ക് അറിയാം, കാരണം അവരല്ലേ കള്ളവോട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ BJP-യുടെ സാധാരണക്കാർക്കും അറിയാം, അവരല്ലേ കള്ളവോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഇത് സത്യസന്ധമായ ഒരു ആക്ഷേപമായി, ആരോപണമായി ഇതിനെ കാണാൻ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര ശക്തിക്ക് സാധിക്കണമെന്നാണ് ഞങ്ങൾക്ക്. സുരേഷ് ഗോപിക്ക് വേണ്ടി CPM വ്യാജ വോട്ട് ചേർത്തു എന്ന് അങ്ങനെയാണ് കരുതുന്നത്. സുരേഷ് ഗോപിക്ക് വേണ്ടി CPIM വ്യാജ വോട്ട് ചേർത്തു അതല്ല, അത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു BJP-ക്കാർ തന്നെ ഉണ്ടാക്കിയ വോട്ട്, അതാണ് സുരേഷ് ഗോപിയുടെ വോട്ട്. രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങളൊക്കെ ഉയർത്തുന്ന ഘട്ടത്തിൽ ഈ കർണാടകയിലെ തന്നെ കോൺഗ്രസിന്റെ ഒരു മന്ത്രി അതിനൊരു ഭിന്നാഭിപ്രായമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ കാലത്താണ് ഈ വോട്ടർ പട്ടികയിൽ ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അന്ന് എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നൊരു ചോദ്യം കർണാടകയിൽ. അത് നമ്മളാ ചെയ്യേണ്ടത്. അതിന് ആക്ഷേപമുള്ള പരാതിയുള്ള കൂട്ടലേ ചെയ്യേണ്ടത്. ആരെങ്കിലും ചെയ്തോ ഇത് പബ്ലിക്കിൽ പറയുമോ? ഇല്ല. അപ്പോൾ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ചോട്ടെ.